മോർണിംഗ് ഗൈസ്. സോ ആസ് യൂഷ്വൽ ഞാൻ ഇന്നും ലേറ്റാണ്. അവരൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ താഴെ പോയിട്ടുണ്ട്. ഞാനിപ്പോൾ റെഡി ആയേ ഉള്ളൂ. ഞാൻ ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റാണ് ഇന്ന് എടുത്തിരിക്കുന്നത്. സോറി ഗൈസ്, എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല. ആക്ച്വലി ഞാൻ നല്ല ലേറ്റാണ്. അതുപോലെ നേരത്തെ എണീക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. സ്കീയിങ്ങിന് നമുക്കവിടെ 10 മണിക്ക് എത്തണം. ഇവിടെ നിന്ന് ഒരു 1 hour 50 minutes അല്ലെങ്കിൽ ട്രാവൽ കാണും. അങ്ങനെ ഫൈനലി ഞാൻ റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. രാവിലെ തന്നെ നല്ല ടയേർഡാണ്. അതാണ് ഇങ്ങനെ സംഭവം. ഞാൻ ലേറ്റായി, ബട്ട് പെട്ടെന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ നേരെ ഓഫ് ടു മൗണ്ട് വാഷിങ്ടൺ. അവിടെയാണ് നമ്മൾ സ്കീ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ റൂമിൽ നിന്ന് വിട പറയുകയാണ്. ഇന്നത്തെ സ്കീയിങ്ങോ ചാർട്ടർ സ്കീയിങ് ആണോ സ്നോ ബോർഡിങ് ആണോ ചെയ്യണത്? എന്റെ ബൂട്ടുണ്ടോ നോക്കിയേ. ഫസ്റ്റ് ടൈം ആണ് സ്കീയിങ്ങോ ചേട്ടൻ സ്കീയിങ് ആണോ സ്നോ ബോർഡിങ് ആണോ? ഞാൻ സ്നോ ബോർഡിങ്ങാ ബുക്ക് ചെയ്തേക്കാൻ. അല്ല, അത് പറയാൻ പറ്റൂല. ഇത് 2025 മാസ്തയുടെ പുതിയ മോഡലാണ്. അത്യാവശ്യം എല്ലാം സെറ്റപ്പ് ഉണ്ട്, നല്ല പവറാണ്. പക്ഷേ ഡ്രൈവ് മോഡിൽ വന്നിട്ട് ഞാൻ അത്ര വലിയ ഓപ്ഷൻസ് കണ്ടില്ലല്ലോ. ആകെ ഒരു അങ്ങനെ എന്താണ് പറഞ്ഞാൽ പവർ കുറഞ്ഞ വണ്ടികൾക്ക് അല്പം പവർ കുറവായിരിക്കും, പവർ കൂടിയ വണ്ടികൾക്ക് അല്പം പവർ കൂടുതലായിരിക്കും. അപ്പോൾ 2025 മാസത്തെ നല്ല വണ്ടിയാണ്. പവർ കൂടുതലുള്ള വണ്ടിക്ക് പവർ കൂടുതലാണ്. അപ്പോൾ എല്ലാവരും ഇതെടുക്കാൻ ശ്രമിക്കുക. അവരൊക്കെ റെഡിയായി എല്ലാം പാക്ക് ചെയ്ത് കയറിയാ. അങ്ങനെ ഓഫ് ടു ആരെങ്കിലും ഒന്ന് പറ. ഓഫ് ടു മൗണ്ട് വാഷിങ്ടൺ. എനിക്കറിയാം ഗൈസ്, എനിക്കറിയാം. ഞാനല്ല പ്ലാൻ ഇട്ട, എനിക്കറിഞ്ഞൂടെ. രാവിലെ തന്നെ നൈസ് വെതർ ആണ്. അത്ര നല്ല അല്ല, അത്ര വലിയ നിരീക്ഷകൻ അതോ ആ പുള്ളിക്കാരനെ കണ്ടോ? തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് എത്ര ഡിഗ്രിയാന്ന് കൂടെ പറ. ആ പുള്ളിക്കാരനെ കണ്ടോ? 24 മണിക്കൂറും വൈഫായിട്ട് വീഡിയോ കോൾ ആണ്. എനിക്ക് വൈഫില്ലാത്ത സങ്കടം. എനിക്ക് എന്തിനു വൈഫ്? പെട്ടെന്ന് മാറിയല്ലേ? അതെ, 2 മിനിറ്റ് മുമ്പേ നോർമൽ റോഡായിരുന്നു എല്ലാം. പെട്ടെന്നാണ് ഈ ഒരു കണ്ടോ ഫോഗ്, ഫുള്ള് സ്നോ 2 സൈഡിലും. ഫുൾ സ്നോ. ഇവിടെ പെട്ടെന്നാണ് ഈ ഒരു വെതർ ചേഞ്ച് വന്നത്. നോർമലായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു റോഡായിരുന്നു. പെട്ടെന്താ ആ മലയിലാണോ നമ്മള് സ്കീ ചെയ്യണ? ആ മലയിൽ മഞ്ഞില്ലല്ലോ. അതായിരിക്കും സ്പോട്ട്. ഓരോ സ്പോട്ട് കണ്ടോ? ലിഫ്റ്റ് കണ്ടോ? ഫോണിൽ കാണാൻ പറ്റുമോ? കണ്ടോ ലിഫ്റ്റ് കണ്ടോ? ഇതുപോലെ നമ്മൾ വരത്തില്ലെന്നാണ് നിങ്ങൾ പറഞ്ഞത്. നമുക്ക് വന്നാല് ആ ലിഫ്റ്റിൽ കയറി നമ്മൾ മുകളിൽ. ഗൈസ്, ഫൈനലി നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഫുൾ വണ്ടിയാ. എല്ലാവരും റെഡി ആവുകയാണ്. ഗിയറൊക്കെ ഇട്ട്, പ്രോപ്പർ ഗിയറൊക്കെ ഇട്ട് റെഡി ആവുകയാണ്. ഞാൻ എൻ്റെ ഫസ്റ്റ് ടൈമാണ്. അപ്പം ഞാൻ എന്തായാലും വീഴും, ഉറപ്പാ. വീണാണല്ലോ പഠിക്കേണ്ടത്. ഓൾറെഡി ലെസൺ എടുത്തിട്ടുണ്ടായിരുന്നു. അത് 1 മണിക്കാണ്. അതുവരെ പോസ്റ്റ് ആവാൻ വയ്യ. സോ നമ്മൾ എന്തായാലും ടിക്കറ്റ് എടുത്ത് കയറാനുള്ള പ്ലാനാണ്. വീണ് പഠിക്കാം. തോറ്റു പഠിക്കുമ്പോഴല്ല അതിൻ്റെ ഒരു സന്തോഷം. ഇവിടെ സ്നോ ഒക്കെ കണ്ടു. ഈ സംഭവമാണ് നമ്മൾ ടോപ്പിൽ കൊണ്ടുപോകണം. നമ്മൾ സ്കീ ചെയ്ത് അല്ലെങ്കിൽ സ്നോ ബോർഡ് ചെയ്ത് താഴോട്ട് വരണം. എന്താ ആൾക്കാരും മേലോട്ട് മാത്രമേ പോകുന്നുള്ളൂ, താഴോട്ട് ആരും വരുന്നില്ല. പിന്നെ താഴെ മുകളിലല്ല ആക്ടിവിറ്റി. അതല്ല, പിന്നെ മേലോട്ട് പോയാൽ താഴോട്ട് സ്കീ ചെയ്ത് തന്നെ വരണമെന്ന് അതിനർത്ഥം. അതെ സ്കീ ചെയ്ത് വരണം. അതാണല്ലോ
നോക്കാനാവൂ. ഇതാണ് സ്കൂൾ. ഇനി വീണ്ടും സ്കൂളിൽ പോകണമല്ലോ ഗൈസ്. ഓ, ഒരു ഹെവി ലൈനപ്പ് ഉണ്ട്. ഇത്രയും വലിയ ലൈനപ്പ്. സോ ഈ ലൈനിൽ നിന്ന് ചെന്ന് ടിക്കറ്റ് എടുത്ത് സ്കൂളിൽ കയറി വീണ്ടും പഠിച്ചിറങ്ങിയിട്ടാണ് ഇത് ചെയ്യാൻ. ഇതങ്ങനെ ചുമ്മാ ചെയ്യാൻ പറ്റത്തില്ല. അത്യാവശ്യം കൊള്ളാം. പക്ഷേ എന്ത് വെയിറ്റ് എന്നറിയോ ഇതിന്? വെയിറ്റാണ് കേട്ടോ, വിചാരിക്കും പോലെ അല്ല. ഞാൻ 10.5 എടുത്തിട്ടും ടൈറ്റ്. അതിന് കറക്റ്റായിട്ടുണ്ട്. പിന്നെ ഹെൽമെറ്റ്, സ്നോ ബോർഡ്, ഹെൽമെറ്റ് ഇല്ലേ, ഇതൊക്കെ പോലീസ് പിടിക്കും കേട്ടോ. ഇനി ഇങ്ങോട്ട് ചെന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വരാം. ഓക്കെ, എല്ലാവരും റെഡി ആയിട്ടുണ്ട്, എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി പതുക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇവിടെ കണ്ടോ, അത് ട്യൂബിങ് ആണ്. അത് കുട്ടികളായിരിക്കും മെയിനായിട്ട് ചെയ്ത്, നമുക്കും ചെയ്യായിരിക്കും, പ്രശ്നമില്ല. ഞാൻ അവിടെയാണ് എല്ലാവരും പ്രാക്ടീസ് ചെയ്യണം. പോയി കുറച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് വരാം. എൻ്റെ ഷൂ കെട്ടുന്ന സഹലേട്ടൻ, എല്ലാവരും അവിടെ വെയിറ്റിംഗ് ആണ്. ഡിജോൻ ചേട്ടാ, ഇല്ലല്ലോ, നമ്മൾ വരട്ടെ, പോവല്ലേ. ഇതിങ്ങി എങ്ങനെ എണീറ്റ് പോകുന്നത് എനിക്ക് ഒരു ഐഡിയ ഇല്ല. എനിക്ക് എന്നെ കൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാനില്ലേ ഒന്ന് പ്രാക്ടീസൊക്കെ ചെയ്ത് ഒരു നല്ലൊരു പ്രോയൊക്കെ ആയിട്ട് ആരെങ്കിലും കൊണ്ട് ഷൂട്ട് ചെയ്യിപ്പിക്കാം. ഓക്കെ ഗൈസ്, ഫസ്റ്റ് എക്സ്പീരിയൻസ് ഞാൻ എന്തായാലും പറയാം. സ്നോ ബോർഡാണ് ഏറ്റവും പാട്. അത് സ്നോ ബോർഡ് പാടാണ്, അത് സ്കീനിങ്ങിനെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് ഫുൾ വീഴ്ചകളായിരുന്നു. ലൈക്ക് ആദ്യമൊക്കെ നല്ല കൊച്ച് ചെയ്ത്, എൻ്റെ ഫ്രണ്ടിൽ ഒരു കൊച്ചുണ്ടായിരുന്നു, അപ്പം പഠിക്കുകയാണ്. ആ കൊച്ച് വീണാണ് പോണത്. എനിക്ക് വലിയ ബാലൻസ് ഒന്നും ഇല്ലല്ലോ, അപ്പം എനിക്കിങ്ങനെ സ്ട്രെയിറ്റ് പോകാൻ പറ്റത്തില്ല. അപ്പം ഞാൻ അങ്ങനെ കൺട്രോൾ ചെയ്ത് പോയപ്പോഴാണ് വീണത്. അല്ലാത്തപ്പം ലൈക്ക് ജസ്റ്റ് സ്മൂത്തായിട്ട് പോകും. സ്കീ ചെയ്ത ആളോട് തന്നെ നമുക്ക് ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു. ചേട്ടാ, സ്കീ എങ്ങനെ ഉണ്ടായിരുന്നു? സ്കീ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് ലെസൺ പോലും കിട്ടാണ്ട് നമ്മൾ ആദ്യമായി ഉള്ളൊരു ആവേശത്തിൽ ചാടി പോയതായിരുന്നു. നമുക്കില്ലായിരുന്നു കേട്ടോ, ഞാൻ നല്ല ഒരു അവസ്ഥയായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ലെസൺ എടുക്കാൻ പോകുന്നു. അതിനുശേഷം ലെസൺ എടുത്തിട്ട് നമ്മൾ ഒരു കംബാക്ക് ചെയ്യുന്നതായിരിക്കും. കംബാക്ക് ഉടനെ കാണും, നോക്കിയോ. കപ്പിൾസ് വീണ് കിടക്കണുണ്ടോ? ഇവിടെ നമ്മൾ ലെസണും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ഒരു ഇൻസ്ട്രക്ടർ ഇതിപ്പം ഷൂ ടൈ ചെയ്യാമെന്ന് പഠിപ്പിക്കുകയാണ്. ഹലോ ഗൈസ്, നന്നായിട്ട് കുറേ വീണിട്ടുണ്ട്. ആ ടോപ്പ് ഉണ്ടോ, ആ ടോപ്പിൽ നിന്നാണ് വന്ന. ഈ ഒരു ഗ്രൂപ്പിൽ ഒരു 12-13 പേരുണ്ട്. അതിൽ ഫസ്റ്റ് വന്ന 2 പേരെന്ന് പറഞ്ഞാൽ ഞാനും. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? എക്സ്പീരിയൻസ് കുറച്ചൊക്കെ പേടിയൊക്കെ ഉണ്ടാവും, പക്ഷേ നെർവസ് ആവുന്നത് ട്രൈ ചെയ്യണം. അതെ, പറ്റും, എല്ലാവർക്കും കൊണ്ടും പറ്റും. എന്നെ കൊണ്ട് പറ്റുമെങ്കിൽ നിങ്ങളെ കൊണ്ടും പറ്റും. അതെ, ഇത് കുഴപ്പമില്ല, ട്രൈ ചെയ്താൽ. പേടിച്ചെന്നാൽ അങ്ങനെ നിൽക്കേ ഉള്ളൂ. ഉണ്ടോ പറഞ്ഞതുണ്ടോ അവിടെ നിന്നൊക്കെ, പേടിച്ചെന്നാൽ അങ്ങനെ നിൽക്കേ ഉള്ളൂ. ബട്ട് ട്രൈ ചെയ്താൽ നന്നായിട്ട് ചെയ്യാൻ പറ്റും. നല്ല വെയിലുണ്ട്, ഈ മഞ്ഞ് കിടക്കണമെന്നേ ഉള്ളൂ, നല്ല ചൂടുണ്ട് കേട്ടോ. ഇവിടെ ടൈം ഒരു 4:30 കഴിയാണോ അല്ലേ, 5 മണിയെങ്കിലായി. ഇതുവരെ ഗീവ് അപ്പ് ചെയ്തില്ല. നമ്മളെ കൂട്ടത്തിൽ ആകെ 2 പേര്, ഞാനും സാലേട്ടൻ. നമ്മൾ ഗീവ് അപ്പ് ചെയ്തില്ല. വിഷ്വൽസ് എടുക്കാൻ ആരും ഇല്ലായിരുന്നു, ഇല്ലെങ്കിൽ കാണിച്ചു തരുന്നത്. നമ്മൾ അറ്റ്ലീസ്റ്റ് കുറച്ചൊക്കെ മാസ്റ്റർ ചെയ്തിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. രണ്ടാളും പോയി. അപ്പോൾ ഗൈസ്, നമ്മൾ തിരിച്ചു പോവുകയാണ്. ഞാൻ എന്തായാലും ഒരു വട്ടവും കൂടെ വരും, ഉറപ്പായിട്ടും. കൂടെ ഉള്ളവർ ആരും ഇനി ഒരിക്കലും വരത്തില്ല, കാരണം അവർക്ക് അതിനെ കൊണ്ട് പറ്റത്തില്ല. ഇനി അവരുടെ എക്സ്പീരിയൻസ് ചോദിച്ചു നോക്കാം. അഭിജിത്ത് ഏട്ടൻ, എനിക്ക് വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു.
അപ്പം ബാക്കിയിട്ടുള്ളവരെ ബാക്കി എല്ലാവർക്കും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒറ്റത്തവണ ഫീൽ ചെയ്യാൻ പറ്റുന്ന എക്സ്പീരിയൻസ്. അങ്ങനെയൊന്നുമില്ല ഗൈസ്, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. സോ ഗൈസ്, ഇന്ന് ഈ വ്ളോഗ് ഇവിടെ വെച്ച് എൻഡ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ചെയ്യുമ്പോൾ എനിക്കും കൂടെ ഒന്ന് ചെയ്തേക്കേ. ഇനി അടുത്തൊരു വ്ളോഗുമായി ഞാൻ തീർച്ചയായും വരുന്നതായിരിക്കും.